അപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഈ മേഖലയിലെ ഒരു പുതിയ നൂതന ചികിത്സാ മാർഗ്ഗമാണ്. അതെ, അതിൻ്റെ ഒരു ആൾക്കാർക്ക് അസുഖം ഭേദമാകുന്നതിന് എത്രമാത്രം സഹായകമാണ് ഇമ്മ്യൂണോതെറാപ്പി? ഇമ്മ്യൂണോതെറാപ്പി നമ്മൾ സാധാരണയായിട്ട് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് പണ്ട് വാക്സിനേഷൻ, ഇമ്മ്യൂണിറ്റി കൂട്ടുക അങ്ങനെയുള്ള ഇതായിരുന്നു നേരത്തെ വാക്സിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ ക്യാൻസർ ദേഹത്ത് വളരുന്ന ക്യാൻസർ സെൽസിന് വരാൻ മ്യൂട്ടേഷൻ വന്നിട്ടാണ് ക്യാൻസർ സെൽസ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മ്യൂട്ടേഷൻ വരാൻ പ്രോട്ടീൻസൊക്കെ ഉണ്ടാകും. ഇങ്ങനെയുള്ള സെൽസ് വളരുന്നത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റിയെ കബളിപ്പിച്ചുകൊണ്ടാണ്. ഇമ്മ്യൂണിറ്റിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെയുള്ള അത് ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യിച്ചുകൊണ്ടാണ് ക്യാൻസർ വരുന്നത്. അപ്പോൾ ആ സപ്രഷൻ നമ്മളങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. മോണോക്ലോണൽ ആൻറ്റിബോഡി വെച്ചിട്ട് PD-L1 അല്ലെങ്കിൽ PD-1 അല്ലെങ്കിൽ CTLA-4 ആൻറ്റിബോഡി കൊടുത്തിട്ട് ആ സപ്രഷൻ മാറ്റുകയും നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് പിന്നെ വീണ്ടും ക്യാൻസറിനെ അറ്റാക്ക് ചെയ്യാൻ പ്രാപ്തമാക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു വലിയ കുതിച്ചുചാട്ടമാണ്. കുതിച്ചുചാട്ടമാണ് ക്യാൻസർ ചികിത്സാ രീതിയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ്. പ്രത്യേകിച്ചും നേരത്തെ നമ്മൾ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസറിലായിരുന്നു, സ്റ്റേജ് 4 ആദ്യമായിട്ട് ഇമ്മ്യൂണോതെറാപ്പി കൊടുത്തിരുന്നത്. അതിനുശേഷം സ്റ്റേജ് 3 ക്യാൻസറിൽ കീമോയും റേഡിയേഷൻ കഴിഞ്ഞതിന് ശേഷം ഇമ്മ്യൂണോതെറാപ്പി കൊടുത്ത് ഇമ്പ്രൂവ്. ഇപ്പം റീസെൻ്റ്ലി വളരെ ഏർലി സ്റ്റേജിലും സ്റ്റേജ് 1 ഒഴിച്ച് T2 തൊട്ട് സ്റ്റേജ് 2 ക്യാൻസർ തൊട്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണോതെറാപ്പിയോ കീമോ ഇമ്മ്യൂണോതെറാപ്പി കൊടുത്തതിന് ശേഷം സർജറി ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ടാണ് കീമോതെറാപ്പി കൊടുത്ത് കീമോതെറാപ്പിയോ അല്ലെങ്കിൽ സർജറി ആദ്യം ചെയ്യുന്നതിനേക്കാളും.